ഗവൺമെന്റിന് ഒരു NRC കൊണ്ടുവരണം. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് നടത്തുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ പാസ്പോർട്ടും ഒരു സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ് അല്ല എന്ന് ഒരു സംശയം ജനങ്ങളിൽ ജനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അടുത്ത കാലത്ത് വന്ന ഒരു മിനിസ്ട്രിയുടെ ഒരു അനോണിമസ് ന്യൂസും. കാരണം ജനങ്ങൾക്ക് തന്നെ തോന്നണം, എങ്കിൽ ഞങ്ങൾക്ക് ഒരു സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ് തരൂ. അതിനുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു ഈ SIR എന്നും പലപ്പോഴും തോന്നുന്നുണ്ട്. ഗ്രാൻഡ് ഫാദറിന്റെയോ അല്ലെങ്കിൽ എന്റെ രണ്ട് തലമുറ മുന്നിലുള്ള ആളുകളുടെയോ രേഖകൾ കാണിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പൗരനല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ആരാണ്? അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കോടതിയുടെ മുമ്പിൽ വന്നെങ്കിലും കോടതി അത് അവിടെ ഒരു വ്യക്തമായ ഇടപെടൽ നടത്തിയില്ല. കോടതി പറഞ്ഞു നിങ്ങളെല്ലാം അപ്പീൽ കൊടുക്കൂ. അത് അവിടെ ഒരു വളരെ യാന്ത്രികമായ ഒരു രീതിയിലാണ് കോടതി പ്രവർത്തിച്ചത്. ഭരണഘടനാ ബോഡി എന്ന നിലയ്ക്ക് ആളുകളെ കൂടുതൽ ഇലക്ട്രൽ പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക, കൂടുതൽ ആളുകളെ വോട്ട് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുക, അതിന് എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത്. പക്ഷെ ഇത് ആളുകളെ നീക്കം ചെയ്യാനുള്ള ഒരു പ്രോസസ്സായിട്ട് ഇതിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെയും ഒരു തുടക്കം മുതലേ ഇതിന്റെ ഒരു പിന്നിലൊരു ഗൂഢ ഉദ്ദേശമുണ്ട്. ഇതിനെ ഒരു പൗരത്വ രേഖയായിട്ട് മാറ്റുന്ന ഒരു നടപടിക്രമം പോലെ ഇതിനെ മാറ്റുകയാണ്. അതൊരു വളരെ ലജ്ജാവഹമായിട്ടുള്ള ഇപ്പോൾ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ പാസ്പോർട്ടിന് നമ്മുടെ രാജ്യം പോലും വില കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഇമേജ് ആണ് കൊടുക്കുന്നത്. ഇതിനൊന്നും വലിയ യാഥാർത്ഥ്യമൊന്നുമില്ല. പക്ഷേ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ പലപ്പോഴും വരുന്നൊരു ഇതാണ്, ഇന്ത്യൻ പാസ്പോർട്ടിന്റെ മൂല്യം വർദ്ധിച്ചു. നമ്മുടെ രാജ്യം പോലും നമ്മുടെ പാസ്പോർട്ടിനെ ഒരു രേഖയായിട്ട് അംഗീകരിക്കുന്നില്ല. പിന്നെ അതിന് ഒരു അന്താരാഷ്ട്ര തലത്തിൽ എന്ത് അംഗീകാരം കിട്ടാനാണ്? ഭീകരതയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു വളരെ നിരാശാജനകമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ. അങ്ങനെ ഒരു വലിയ ഒപ്റ്റിമിസം തോന്നാത്ത ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഞാൻ. പ്രിയമുള്ളവരെ നമസ്കാരം. ജസ്റ്റ് റൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ലൈവ് ലോയുടെ എഡിറ്റർ ശ്രീ മനു സെബാസ്റ്റ്യനാണ്. ഇന്ത്യയിൽ സാധാരണ വായനക്കാരുടെ ഇടയിലേക്ക് കോടതി വ്യവഹാരങ്ങളും നിയമപ്രശ്നങ്ങളും അതിൻ്റെ സമഗ്രതയിൽ എത്തിക്കുന്നതിനും നിസ്തുലമായ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് കഴിഞ്ഞ 13 വർഷമായി ലൈവ് ലോ എന്ന ലീഗൽ ന്യൂസ് പോർട്ടൽ. അതിൻ്റെ എഡിറ്റർ എന്ന നിലയിൽ ഇന്ത്യയിലെ കോടതി വ്യവഹാരങ്ങളെക്കുറിച്ച്, നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഭരണഘടനാ പ്രശ്നങ്ങളെക്കുറിച്ച്, ജനാധിപത്യത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് എല്ലാം ഏറ്റവും അടുത്ത് നിന്ന് പഠിക്കുകയും വിശകലനം ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് മനു സെബാസ്റ്റ്യൻ. ഇന്ന് നമ്മളോട് അദ്ദേഹം സംസാരിക്കുന്നത് SIRനെ കുറിച്ചാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ ഒരാളായ ദി ടെലഗ്രാഫ് പത്രത്തിൻ്റെ എഡിറ്റർ ശ്രീ രാജഗോപാൽ, അദ്ദേഹത്തിൻ്റെ പേര് പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള പോലീസ് ക്ലിയറൻസ് ലഭ്യമാകില്ല എന്ന സാഹചര്യം വന്നു. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിലൊന്നിൽ അതിൻ്റെ എഡിറ്ററായി, പത്രാധിപരായി ജോലി ചെയ്ത ഒരു വ്യക്തിയുടെ അവസ്ഥ ഇതാണെങ്കിൽ, രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യർ, വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോകപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർ, സാധാരണക്കാർ, ഹാജരാക്കാൻ രേഖകളില്ലാത്തവർ, കാലാകാലങ്ങളായി, തലമുറകളായി ഈ മണ്ണിൽ ജനിച്ചു പോരുന്നവരുടെ പിന്മുറക്കാരെങ്കിലും സ്വന്തം രാജ്യത്ത് അവിടുത്തെ പൗരന്മാരല്ല എന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച്, പാസ്പോർട്ട് പോലും പൗരത്വത്തിനുള്ള തെളിവല്ല എന്ന് പറയുന്ന കാലത്തെക്കുറിച്ച് നമ്മളോട് ഇന്ന് അദ്ദേഹം സംസാരിക്കും. സംഭാഷണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരഭ്യർത്ഥന. സ്വതന്ത്ര സംഭാഷണങ്ങൾക്ക് സ്വതന്ത്ര പിന്തുണ കൂടിയേ തീരൂ. യാതൊരു കോർപ്പറേറ്റ് പിന്തുണയുമില്ലാതെയാണ് ജസ്റ്റ് റൈറ്റ്സ് എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ചത്. അത് ഇതുപോലെ തുടരണമെങ്കിൽ, വിപുലീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ പിന്തുണ കൂടിയേ തീരൂ. ഗൗരവതരമായ, ആഴമേറിയ സംഭാഷണങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പ്ലീസ് കൺസിഡർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദിസ് കോസ്. നിങ്ങളുടെ ഓരോ ചെറിയ സംഭാവനയും ഈ പരിപാടിയെ നിലനിർത്തുന്നതിനും വിപുലീകരിക്കുന്നതിനും കോൺട്രിബ്യൂഷനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് റൈറ്റ്സിനൊപ്പം നിൽക്കുന്നതിന്, നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിയതിന് നന്ദി. ഇനി നമുക്ക് സംഭാഷണത്തിലേക്ക് കടക്കാം. സ്വാഗതം ശ്രീ മനു സെബാസ്റ്റ്യൻ. നമ്മൾ ഇതിൻ്റെ ഒരു ഭരണഘടനാ പ്രശ്നത്തിലേക്ക് കടക്കുന്നതിന് മുൻപ്, ഇത് ഒരു വ്യക്തിപരമായ പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മളിത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിരവധി തവണ നമ്മുടെ സ്റ്റേറ്റിന് വിസിബിൾ അല്ലാത്ത മനുഷ്യർക്ക് SIR പോലെയുള്ള നടപടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അവർക്ക് ഡോക്യുമെൻറ്റുകൾ കൊണ്ടുവരാൻ സാധിക്കാതെ പോകുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, പലയിടത്തായി ജീവിക്കേണ്ടി വരുന്ന ആളുകൾ. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ ഒരാളായ ടെലഗ്രാഫ് പത്രത്തിൻ്റെ മുൻ എഡിറ്ററുമായിരുന്ന രാജഗോപാൽ ബംഗാളിലെ SIR പ്രക്രിയയുടെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു വരികയാണ്.
അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് പുതുക്കാൻ ശ്രമിച്ചപ്പോൾ SIR പേരില്ലാത്തത് കൊണ്ട്, വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത് കൊണ്ട് പോലീസ് വെരിഫിക്കേഷന് സന്നദ്ധമായില്ല എന്ന വാർത്ത കൂടി നമ്മൾ കേട്ടു. പിന്നീട് വേറെ തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രാഥമികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്ര പ്രധാനപ്പെട്ട ഒരു മനുഷ്യനായിരുന്നിട്ടും, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ പോലീസ് വെരിഫിക്കേഷന് തയ്യാറായില്ല എന്നുള്ളതാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു പ്രശ്നമായിട്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എററായിട്ട് ആണോ നമ്മൾ കാണേണ്ടതെന്നാണ് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. ഇത് ഒരു തീർച്ചയായിട്ടും ഒരു ഒറ്റപ്പെട്ട പ്രശ്നമല്ല. കേരളത്തിലെ ആളുകൾ വളരെയധികം അവെയറാണ് കാര്യങ്ങളെ പറ്റി, അവരുടെ അവകാശങ്ങളെ പറ്റി. അവർക്ക് എല്ലാവർക്കും ഡോക്യുമെന്റ്സ് ഉണ്ട്, കേരളത്തിൽ സാക്ഷരതയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ എന്തെങ്കിലും രേഖകളൊക്കെ ഉണ്ട്, സ്കൂൾ രേഖകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളോ, അല്ലെങ്കിൽ ഒരു ഉയർന്ന മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഒരു ഉയർന്ന ജീവിത നിലവാരവും ഒക്കെ ഉള്ളത് കൊണ്ട് പലരും എന്തെങ്കിലുമൊക്കെ ജോലിയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സർക്കാർ രേഖകൾ, കരമടച്ച രസീതോ അല്ലെങ്കിൽ സർക്കാർ ജോലിയോ ജാതി സർട്ടിഫിക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തി ആരാണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകൾ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ ഉണ്ടാകും. അത് കാരണം കേരളത്തിൽ ഒരു SIR ഒരു വലിയ ഒരു ജനകീയ പ്രശ്നമായിട്ട് അങ്ങനെ ഉയർന്നു വന്നില്ല. അതിൻ്റെതായ ചില അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചില ഇൻകൺവീനിയൻസും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാതെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായില്ല. പക്ഷെ ബംഗാളിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഒരു വളരെ വ്യത്യസ്തമായ ഒരു നടപടിക്രമമാണ് ബംഗാളിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത്. അതായത് അവരെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു SIR നടത്തിയ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു പുതിയൊരു കാറ്റഗറി ബംഗാളിൽ അവർ കൊണ്ടുവരുന്നു. അതായത് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്ന കാറ്റഗറി. അതായത് നമ്മളിപ്പോൾ 2002 വോട്ടേഴ്സ് ലിസ്റ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന രേഖകളാണല്ലോ കാണിക്കേണ്ടത്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, നമ്മുടെ പേരിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നമ്മുടെ അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ പേരിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ടൈപ്പിംഗ് എറേഴ്സ് അല്ലെങ്കിൽ ക്ലറിക്കൽ മിസ്റ്റേക്കിന്റെ ഒക്കെ പേരുകൾ ഏകദേശം 27 ലക്ഷം ആളുകളെയാണ് അവിടെ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന ലിസ്റ്റിൽ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബംഗാളി പേര് പറയുകയാണെങ്കിൽ, അങ്ങനെ പല ബംഗാളി സർനെയിമുകളും പല രീതിയിൽ, അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ പല രീതിയിൽ അതിന്റെ സ്പെല്ലിങ്സ് ഉണ്ട്. അപ്പോൾ ഓരോ രേഖയിലും ഇപ്പോൾ ഇന്നത്തെ കാലത്തെ ആളുകൾ കൂടുതൽ നമ്മളൊക്കെ ഇതിനെപ്പറ്റി ശ്രദ്ധാലുക്കളാണ്. നമ്മൾ ചെറുപ്പം മുതലേ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതലേ ആ ഒരു പേരിൽ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ, കാരണം നമുക്ക് ഇതിനെപ്പറ്റി അറിയാം പിന്നീട് സങ്കീർണതകൾ ഉണ്ടാകുമെന്ന്. പക്ഷെ ഒരു 30-50 വർഷം നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ ആ ഒരു തലമുറയിൽ ഒന്നും ഇതിനെപ്പറ്റിയൊന്നും അത്ര അധികം ആളുകൾക്ക് ധാരണ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി അത്ര കൺസേൺഡ് അല്ലായിരുന്നു. അത് കാരണം എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സിന്റെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലറിക്കൽ മിസ്റ്റേക്സുകളുടെയൊക്കെ പേരിൽ ഏകദേശം 27 ലക്ഷം ആളുകളെയാണ് അവിടെ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന ലിസ്റ്റിൽ എന്ന ഒരു കാറ്റഗറിയിൽ ബംഗാളിൽ അവിടെ ചേർത്തത്. അപ്പോൾ ഈ ലിസ്റ്റിൽ പ്രമുഖരായ പല വ്യക്തികളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഒരു കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി തന്നെ, മുഹതാബ് ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി ലിസ്റ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. അത് കാരണം അദ്ദേഹത്തിന്റെ നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്തില്ല, അദ്ദേഹത്തിന് SIR ഇടമില്ല. അവസാനം സുപ്രീം കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു. സുപ്രീം കോടതി ഒരു അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ അപ്പീൽ എത്രയും പെട്ടെന്ന് ഇദ്ദേഹം കാൻഡിഡേറ്റ് ആയതുകൊണ്ട് തീരുമാനിക്കാൻ പറഞ്ഞു. അയാളുടെ തീരുമാനം വന്നു. അതിൽ അപ്പലേറ്റ് ട്രൈബ്യൂണൽ പറഞ്ഞു ഒരു കാരണവും ഇല്ലാതെയാണ്, കാരണം ഇയാൾക്ക് പാസ്പോർട്ട് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, എല്ലാ രേഖകളും ഉണ്ട്. ഇയാളുടെ അച്ഛന്റെ പേരിലുള്ള ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ പേരിലാണ് അത് തിരുത്തി കളഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുകയും, അത് കോടതി ഇടപെടൽ കാരണം അങ്ങനെ അദ്ദേഹം മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ രാജഗോപാലിന്റെ എന്ന് പറയുന്നത്, ഇപ്പോൾ രാജഗോപാൽ ഒരു വളരെ പ്രശസ്തനായ മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞു. അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു പ്രിവിലേജ് ഉള്ളത് കാരണം, ആ ഒരു സോഷ്യൽ മീഡിയ ആക്സസ് ഉള്ളത് കാരണം നമ്മളെല്ലാവരും അറിഞ്ഞു. പക്ഷെ അദ്ദേഹത്തെ പോലെ ഈ ഒരു ശബ്ദമില്ലാത്ത, വോയിസ്ലെസ് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, ഇതൊരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അതിലൊരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഉണ്ടെന്ന് കൂടെ സംശയിക്കേണ്ടി. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഉന്മൂലനം, ആളുകളുടെ ഉന്മൂലനം തന്നെ, രേഖാമൂലമുള്ള ഉന്മൂലനം നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരുടെ അപ്പീലുകൾ ഇപ്പോൾ അപ്പലേറ്റ് ട്രൈബ്യൂണൽസിൽ പെൻഡിംഗ് ആണ്. ഈ അപ്പീലുകളൊക്കെ തീർക്കാൻ 10-15 വർഷം തന്നെ എടുക്കും. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് നമ്മുടെ രാജ്യത്തെ വോട്ടർ പട്ടികകളിൽ ഒരുപാട് ഘോസ്റ്റ് വോട്ടേഴ്സ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റുകൾ ഒരുപാടുണ്ട്, കള്ള വോട്ടർമാർ ഒരുപാടുണ്ട്. പക്ഷേ ഇവരെയൊക്കെ ഇതിൻ്റെ അകത്ത് നീക്കം ചെയ്യുന്നതിനുള്ളൊരു സംവിധാനം എന്തായാലും നമ്മൾ ആലോചിക്കണ്ടേ? അതിന് SIR ആവശ്യമല്ലേ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ടല്ലോ. റിവിഷൻ നടത്തുന്നതിൽ വളരെ തിയററ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ തെറ്റില്ല. പക്ഷെ ഇവിടെ അവർ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിന്റെ ഇലക്ഷൻ കമ്മീഷൻ ഇതിന് പവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അവരാ ചെയ്യുന്ന രീതി, അതിനുവേണ്ടി അവർ കൈക്കൊള്ളുന്ന ഒരു നടപടിക്രമങ്ങൾ. ഇപ്പോൾ അവരെ പറഞ്ഞു ആധാർ അക്സെപ്റ്റ് ചെയ്തില്ല ആദ്യം.
എന്തുകൊണ്ടാണ് അവർ ആധാർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അവസാനം സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ടാണ് അവർ ആധാർ ആക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവരതിനെ ഇപ്പോൾ SIR നടത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന കാരണം എന്തായിരുന്നു? ആദ്യം ബീഹാറിലാണ് ഇത് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ അവർ പറയുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ ഇവിടെ ധാരാളം വിദേശികൾ, അനധികൃത കുടിയേറ്റക്കാർ, ഇല്ലീഗൽ മൈഗ്രൻസ് ഇവിടെ ഇന്ത്യയിൽ കുടിയേറിയിട്ടുണ്ട്. അവരെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി SIR നടത്തണമെന്നാണ്. ഇപ്പോൾ ബീഹാറിലെ SIR കഴിഞ്ഞിട്ടപ്പോൾ ഏകദേശം കൃത്യം 1 വർഷമായി. കഴിഞ്ഞ ജൂണിലാണ് തുടങ്ങിയത്. ഇപ്പോൾ 1 വർഷമായി. ഈ 1 വർഷം കൊണ്ട് എത്ര ഈ പറയുന്ന ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലെ ആളുകളെ അവർ കണ്ടെത്തി? അതിനെപ്പറ്റി ഒരു കണക്ക് പറയുന്നില്ല. ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു, ഈ സിറ്റിസൺഷിപ്പ് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ എല്ലാം ഡീറ്റെയിൽസ് അവര് ഹോം മിനിസ്റ്റർക്ക് അയച്ചു കൊടുക്കണമെന്ന്. 1 മാസത്തിൽ കൂടുതലായി സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നിട്ട് അതിലെന്തെങ്കിലും നടപടിക്രമങ്ങൾ വന്നോ? ഇല്ല. ഇവരെ ചേർക്കുന്ന ഇതിനെ വെറും ഒരു ഇലക്ട്രൽ റോൾ റിവിഷൻ ആയിട്ടല്ല ഇലക്ഷൻ കമ്മീഷൻ ഇതിനെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം എല്ലാ ഇലക്ട്രൽ റോൾസും ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ നടക്കാറുണ്ട്, സമ്മറി റിവിഷൻ നടക്കാറുണ്ട്. അല്ലാതെ സ്ഥായിയായി നിൽക്കുന്നതല്ല ഇലക്ട്രൽ റോൾ റിസൾട്ട്. പക്ഷെ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഇതിനെ ഒരു പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളുടെ പൗരത്വം തെളിയിക്കാനുള്ള ഒരു മെത്തേഡായിട്ട് ഇതിനെ മാറ്റുകയായിരുന്നു വോട്ടേഴ്സ് ലിസ്റ്റ് എൻട്രി. അപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റിസൺഷിപ്പ് ടെസ്റ്റ് ആയിട്ട് ഇതിനെ മാറ്റുന്ന ഒരു രീതിയാണ് കൊണ്ടുവരുന്നത്. അതായിരുന്നു അവരുടെ ഉദ്ദേശവും. പക്ഷെ അവർക്കത് അങ്ങനെ വ്യക്തമായി തുറന്നു പറയാൻ സാധിക്കില്ല, കാരണം അവർക്ക് അതിനുള്ള അധികാരമില്ല. ഒന്ന് ചോദിച്ചാൽ, ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇലക്ട്രൽ റോൾ ശുദ്ധീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷന് ലെജിറ്റിമേറ്റായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ലെജിറ്റിമേറ്റായിട്ട് ചെയ്യാവുന്ന ഒരു സംഗതിയിൽ നിന്ന് ഇത് ഭരണഘടനാ വിരുദ്ധമായ പൗരരുടെ അവകാശങ്ങൾ കവരുന്ന ഒരു സംഭവമായിട്ട് ഈ SIR പ്രക്രിയ മാറുന്നത് എവിടെയാണ്? അല്ല, അതാണ് ഇപ്പോൾ നമ്മുടെ ഈ രാജഗോപാലിന്റെ കേസ് കണ്ടതുപോലെ ഇപ്പോൾ ഇവിടെ ബംഗാളിൽ അവിടെ ഗവൺമെന്റ് വേറൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പേര് നീക്കം ചെയ്യപ്പെട്ടവർക്കൊന്നും റേഷൻ കൊടുക്കത്തില്ല. അതുപോലെ മറ്റൊരു കേസ് ഉണ്ടായി. ഇപ്പോൾ രാജഗോപാലിന്റെ ആയതുകൊണ്ട് നമ്മളെല്ലാവരും ചർച്ച ചെയ്തൊരു കേസാണ്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലൈവിൽ നമ്മൾ കവർ ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നു. അവിടെ സാധാരണ ഒരു യുവാവ്, അദ്ദേഹം ആർമിയിൽ ചേരാൻ വേണ്ടി അഗ്നിവീർ ആയിട്ട് ചേരാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് ആവശ്യം. ബാക്കി എല്ലാ കടമ്പകളും പുള്ളി കടന്നു. ടെസ്റ്റ് കടന്നു, ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം കടന്നു. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. കാരണം ഇദ്ദേഹത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും SIR നീക്കം ചെയ്തതുകൊണ്ട്. അവസാനം കോടതി ഇടപെട്ട് കോടതി പറഞ്ഞു, ഇയാളെ ഈ പറയുന്ന മറ്റേ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കേസ് പോലെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ നീക്കം ചെയ്തത്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ശരിക്കും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. അപ്പം SIR വളരെ സത്യസന്ധമായി നടപ്പിലാക്കുകയാണ്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും വളരെ കൃത്യമായിട്ട് തന്നെ നടക്കുന്നു. എല്ലാ ഒഫീഷ്യൽ സംവിധാനങ്ങളും അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഭരണഘടനാപരമായ എക്സസൈസാണോ? അത് അപ്പോഴും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ആംബിഗ്വിറ്റി അവിടെ ഉണ്ടോ? അല്ല, ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ അൾട്ടിമേറ്റ്ലി പറഞ്ഞു ഇലക്ഷൻ കമ്മീഷനൊരു ഇതിനൊരു അധികാരമുണ്ടെന്ന്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അധികാരമില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഇലക്ഷൻ കമ്മീഷന് ഒരു അധികാരമുണ്ട്, അവർക്ക് റിവിഷൻ നടത്താം. വോട്ടർ പട്ടിക റിവിഷൻ നടത്തുന്നതിനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇതിന് ശേഷം അവർ എന്തൊക്കെ പർപ്പസിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട്രൽ റോളിൽ നിന്ന് ഒരാളുടെ പേര് നീക്കം ചെയ്തു. ആ ഇലക്ട്രൽ റോളിൽ നിന്ന് ഒരാളുടെ പേര് എന്തെങ്കിലും കാരണം കൊണ്ട് നീക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ഇന്ത്യയിലെ പൗരനല്ലാതാവുന്നത് എങ്ങനെയാണ്? ഇതിൽ പൗരത്വവുമായിട്ടൊരു ബന്ധിപ്പിക്കുന്നിടത്താണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട്രൽ റോൾസിൽ പേര് ചേർക്കുക, പേര് അവർക്ക് റിവിഷൻ നടത്താം, അതിലൊന്നും നമ്മളൊന്നും പറയുന്നില്ല. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഒരാളുടെ ഇലക്ട്രൽ റോളിൽ നിന്ന് ഒരാളുടെ പേര് നീക്കം ചെയ്യപ്പെടാം. ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി അതൊരു കാരണമാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം. ഇപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ ആവണമെങ്കിൽ വോട്ട് ചെയ്യണം എന്നുള്ള ഒരു നിബന്ധനയില്ല. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാതിരിക്കാം, എനിക്ക് ഇലക്ട്രൽ റോളിൽ പേര് ചേർക്കണ്ട എന്ന് വിചാരിക്കാം. ഇപ്പോൾ എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വാസമില്ല, എനിക്ക് ഇലക്ഷൻ ജനാധിപത്യ പ്രക്രിയയിൽ തന്നെ വിശ്വാസമില്ല. അങ്ങനെ എനിക്ക് വിശ്വസിക്കാമല്ലോ. എനിക്ക് ജനാധിപത്യം എന്ന് പറയുന്ന ഇവിടുത്തെ പാർലമെന്ററി ജനാധിപത്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് എനിക്ക് ഇലക്ട്രൽ ഡെമോക്രസിയിൽ പങ്കെടുക്കേണ്ട, ഞാൻ വോട്ട് ചെയ്യുന്നില്ല. അത് കാരണം ഞാൻ ഇലക്ട്രൽ റോളിൽ പേര് ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഈ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ പേര് ഇലക്ട്രൽ റോളിൽ ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ ഇന്ത്യൻ പൗരനാകാതിരിക്കുന്നുണ്ടോ? ഇന്ത്യൻ പൗരനാകാൻ ഇലക്ട്രൽ റോളിൽ പേര് ചേർക്കണമെന്ന് യാതൊരു നിബന്ധനയുമില്ല. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രൽ റോളിലെ ഒരു എൻട്രി അത് പൗരത്വവുമായിട്ട് ബന്ധപ്പെടുത്തുന്നിടത്താണ് ഇവിടെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെയും ഒരു തുടക്കം മുതലേ ഇതിന്റെ ഒരു പിന്നിലൊരു ഗൂഢ ഉദ്ദേശമുണ്ട്. ഇതിനെ ഒരു പൗരത്വ രേഖയായിട്ട് മാറ്റുന്ന അതിനുള്ള ഒരു നടപടിക്രമം പോലെ ഇതിനെ മാറ്റുകയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷന്റെ യഥാർത്ഥ ലക്ഷ്യം
ഈ ഇലക്ട്രൽ റോള് ശുദ്ധീകരിക്കുക എന്നത് മാത്രമായിരുന്നില്ല എന്ന് പറയണം അല്ലേ? ഇലക്ട്രൽ അങ്ങനെ ഒരു നിസ്സാരമായിട്ടൊരു ഇലക്ട്രൽ റോൾ ശുദ്ധീകരണം മാത്രമല്ല, ഇവിടെ ആളുകളുടെ പൗരത്വത്തിന്റെ മേലിൽ ഒരു ചോദ്യചിഹ്നം കൊണ്ടുവരിക. ഇപ്പോൾ അതിന്റെ യഥാർത്ഥ എക്സാമ്പിൾ ആണ് ബംഗാളിൽ നടക്കുന്നതാണ്. അവര് ഇപ്പോൾ ചില പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളെ മാത്രം തിരഞ്ഞുപിടിച്ച് അവരെ നീക്കം ചെയ്യുന്നു നിസ്സാര കാരണങ്ങൾ കൊണ്ട്. എന്നിട്ട് അവർക്ക് ഒരു പൗരന് ലഭിക്കേണ്ട അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കുന്നു. മറ്റേ പോലീസ് ക്ലിയറൻസ് നിഷേധിക്കുന്നു, ജോലി നിഷേധിക്കുന്നു, റേഷൻ നിഷേധിക്കുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. അതായത് ഒരു പൗരന്റെ ബേസിക് ആയിട്ടുള്ള പല അവകാശങ്ങളും നിഷേധിക്കുകയാണ് ഇതിന്റെ ബേസിസിൽ മാത്രം. മുത്തച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു 2 തലമുറ മുന്നിലുള്ള ആളുകളുടെ രേഖകൾ കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വളരെ സാക്ഷരതയുള്ള നമ്മുടെ സംസ്ഥാനത്തിലെ എത്ര ആളുകൾക്ക് അത് സാധിക്കും? അപ്പോൾ അതാണ് ആസാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ ആസാമിലെ പല വ്യക്തികളെയും പല പല വളരെ തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്ന ആളുകളെ അവര് ഇന്ത്യൻ സിറ്റിസൺസ് അല്ല എന്ന് കോടതികൾ വിധിക്കുകയും അവരെ അവിടെ ഡിറ്റൻഷൻ സെന്ററിൽ പാർപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അവിടെ ഒരു വ്യക്തിക്ക് 15 ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു, പാൻ കാർഡും വോട്ടർ കാർഡും ഈ പറയുന്ന ഇലക്ട്രൽ റോൾ എൻട്രി, NRCയിലെ 1951 NRC എൻട്രി, ഇങ്ങനെ 15 ഡോക്യുമെന്റ്സ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തെങ്കിലും അദ്ദേഹം 50 വയസ്സിന് മേലുള്ള ഒരു വ്യക്തിയാണ്. കോടതി പറഞ്ഞു ഇതൊന്നും നിങ്ങൾ രേഖയല്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചില്ല, നിങ്ങൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ല. അപ്പോൾ ഏകദേശം 50 വർഷത്തോളമായി ആസാമിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ അല്ല എന്ന് വിധിച്ചു. അങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥിരം നടക്കുന്ന SIR ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഇതിനു മുമ്പും SIR നടപ്പിലായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇതുപോലത്തെ പ്രശ്നങ്ങളോ വിവാദങ്ങളോ ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. അതെന്തുകൊണ്ടാണ് SIRൽ ഇങ്ങനെ പ്രശ്നങ്ങളോ? അതാണ് കാരണം അന്നതൊരു ഇലക്ട്രൽ റോൾ ശുദ്ധീകരണം എന്നുള്ളൊരു പ്രക്രിയയായിട്ട് മാത്രം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ ഇടയ്ക്കുള്ള ഒരു സമ്മറി റിവിഷൻ എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. അതുപോലത്തെ ഒരു പ്രോസസ്സായിട്ട് നടന്നു. ഇവിടെ അതിനെ ഒരു പൗരത്വവുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തുന്ന ഒരു പ്രോസസ്സായിട്ട് ചെയ്തുകൊണ്ടും ഈ ഇലക്ട്രൽ റോൾ എൻട്രി NRC പോലെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ SIRനെ പറ്റി ചോദ്യങ്ങൾ ഉയരുന്നത്. എങ്ങനെയാണ് ഈ പൗരത്വവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുന്നതെന്ന് പറയാമോ? ബംഗാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് പൗരന്മാർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ പൗരനല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് റേഷൻ കിട്ടുന്നില്ല. അപ്പോൾ റേഷനുള്ള അവകാശം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ദാരിദ്ര്യരേഖ താഴെയുള്ളവർക്കാണെങ്കിൽ സൗജന്യമായിട്ട് കിട്ടും, അല്ലാത്തവർക്ക് നമ്മുടെ ഒരു കൺസെഷൻ റേറ്റ് കിട്ടും. അത് ഒരു പൗരനുള്ളതാണ്. അതുപോലെ തന്നെ നിയമപരമായിട്ട് നോക്കിയാൽ പോലും ഇപ്പോൾ പൗരത്വ നിയമം അനുസരിച്ചുള്ള കട്ട് ഓഫ് ഡേറ്റുകൾ ഈ ഇലക്ട്രൽ റോൾ പ്രക്രിയയുടെ ഭാഗമാക്കുന്നത് ഭരണഘടനാപരമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അല്ല, അതാണ് ഇപ്പം നമ്മൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ മാതാപിതാക്കൾക്ക് ജനിച്ചതായിട്ട് അങ്ങനെ തെളിയിക്കണം. ഇപ്പൊ നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ച് അതിൽ പല 1987 വരെ ഇന്ത്യയിൽ ജനിച്ചു എന്ന് കാണിച്ചാൽ മതിയായിരുന്നു. 87 ശേഷം മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായി ഇവിടെ ജീവിക്കുന്ന ആളാണെന്ന് കാണിക്കണം. 2003 ശേഷം അവരിൽ ആരും തന്നെ ഇല്ലീഗൽ മൈഗ്രന്റ് അല്ല എന്ന് കാണിക്കണം. അങ്ങനെ ഓവർ ദി ഇയേഴ്സ് അതിന് അമെന്റ്മെന്റ് വന്ന് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഇന്ത്യൻ പൗരനുമായിട്ട് നമ്മുടെ ഒരു ആൻസിസ്ട്രി ട്രേസ് ചെയ്യണം എന്നുള്ളൊരു ഇതാണ് ഇപ്പോൾ നമ്മുടെ നിയമത്തിലുള്ളത്. ഗതിയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് പൗരന്മാരല്ലാത്തവരും ഉണ്ടാവാം. ഒരു രാജ്യത്ത് വിദേശികളായിട്ട് നുഴഞ്ഞുകയറ്റക്കാർ അങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടാവാം. അവരെ കണ്ടുപിടിക്കേണ്ടത് ആവശ്യവുമാണ്. പക്ഷെ അങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോഴും ഒരു രാജ്യത്ത് താമസിക്കുന്ന മനുഷ്യരെല്ലാവരും പൗരന്മാരാണ് എന്ന് തെളിയിക്കാൻ ഈ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമാണോ? അതോ ജനാധിപത്യം ശക്തിപ്പെടുത്തുകയാണോ അത് ചെയ്യുന്നത്? അതോ അതിന് ദോഷകരമാണോ? അല്ല, ഇപ്പൊ നമ്മുടെ നിയമം അനുസരിച്ച് ഇതിന്റെ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലാണ്. ഇപ്പൊ ഞാനാണ് പ്രൂവ് ചെയ്യേണ്ടത് ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളുടെ നിയമത്തിന്റെ അവസ്ഥ തന്നെ അങ്ങനെയാണ്. ഫോറിനേഴ്സ് ആക്ട് അനുസരിച്ചും അതിന്റെ ഒരു ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ആ വ്യക്തിയിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തിക്ക് അറിയാം അയാളുടെ കയ്യിൽ എന്താണ് ഡോക്യുമെന്റ്സ് ഉള്ളത്, അത് കൊടുക്കാം. പക്ഷെ ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സർക്കാർ പറയുന്നത് ഇപ്പോൾ എന്ത് ഡോക്യുമെന്റ് ഉണ്ടെങ്കിലും ഇതൊന്നും ഒരു രേഖയല്ല എന്ന്, എന്ത് ഡോക്യുമെന്റിന്റെ മേളിലും ഒരു സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നമ്മുടെ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അപ്പോൾ അതിനെ ഉള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പാസ്പോർട്ടിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇപ്പോൾ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരന് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. പാസ്പോർട്ട് ഒരു പൗരത്വ രേഖയല്ല, അത് വെറും ഒരു ട്രാവൽ ഡോക്യുമെന്റ് ആണെന്നാണ് ഗവൺമെന്റ് അത് പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ഒരു ഡോക്യുമെന്റിന്റെ മേലും ഒരു സംശയം ജനിപ്പിക്കുക. അപ്പോൾ എന്താണ് ഒരു ഇന്ത്യൻ ഇപ്പോൾ നമ്മൾ വളരെ സാങ്കേതികമായിട്ട് നോക്കുകയാണെങ്കിൽ
ഒരു ഇന്ത്യയിൽ ഒരു പൗരനാണ് എന്ന് പറയുന്ന ഒരു സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഒരു ഒറ്റ ഡോക്യുമെന്റ് ഇല്ല. അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല നമ്മുടെ ഇവിടെ. നമ്മളിപ്പോൾ പക്ഷേ ഈ ഇപ്പോൾ പാസ്പോർട്ട് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിന് പാസ്പോർട്ട് ആക്ടിൽ പറയുന്നുണ്ട്, പാസ്പോർട്ട് ലഭിക്കാൻ ഒരു വ്യക്തിക്ക് അതിന്റെ ഒരു ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അയാൾ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് വെരിഫൈ ചെയ്ത് നമ്മൾ ഇന്ത്യൻ പൗരനാണോ, നമ്മുടെ ജനന സർട്ടിഫിക്കറ്റും മറ്റ് റെസിഡൻസും അല്ലെങ്കിൽ മറ്റു ഡോക്യുമെന്റ്സും എല്ലാം നോക്കി പോലീസ് വെരിഫിക്കേഷനും കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് പാസ്പോർട്ട് കൊടുക്കുന്നത്. ഈ പാസ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകാൻ പറ്റും. മറ്റൊരു രാജ്യത്തിലെ ഒരു വ്യക്തി നമ്മളെ ഇന്ത്യൻ പൗരനായിട്ടും നമ്മളെ അംഗീകരിക്കുന്നത് ഈ പാസ്പോർട്ടിന്റെ പുറത്താണ്. അല്ലാതെ വേറെ ഡോക്യുമെന്റ്സിന്റെ ആധാർ കാണിച്ചാൽ വേറെ കൺട്രി അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആധാറോ റേഷൻ കാർഡോ പാൻ കാർഡോ ഒന്നും കാണിച്ചാൽ ഒരു വിദേശ രാജ്യവും നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല. പാസ്പോർട്ടിന്റെ ബലത്തിലാണ് നമ്മളെ ഒരു ഇന്ത്യൻ പൗരനായിട്ട് മറ്റു രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പാസ്പോർട്ട് എന്ന് പറയുന്നത് ബൈ പ്രാക്ടീസ് ഒരു പൗരത്വ രേഖയായിട്ട് മാറിയിരിക്കുന്ന ഒരു സാധനമാണ്. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ നിയമത്തിൽ അങ്ങനെ പാസ്പോർട്ട് ഈസ് എ സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ് എന്ന് എഴുതിയിട്ടില്ലെങ്കിലും അതിന്റെ ഒരു അന്തസത്ത, ആ നിയമത്തിന്റെ ഒരു അന്തസത്തയും അതിന്റെ ഒരു സ്പിരിറ്റ് ഓഫ് ദ ലോയും നോക്കുമ്പോൾ പാസ്പോർട്ട് കൊടുക്കുന്നത് സിറ്റിസൺഷിപ്പ് ഒരു പൗരത്വമുള്ള ഒരു വ്യക്തിക്കാണ്, ഇന്ത്യൻ പൗരന് മാത്രമാണ് പാസ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ പേരിൽ ഒരു സംശയം ജനിപ്പിക്കുന്നത്, അതും ഇപ്പോൾ മിനിസ്ട്രി ഇത് ഒരു ഒഫീഷ്യൽ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും മനസ്സിലാക്കാം, ഇത് ഒരു വളരെ അനോണിമസ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ കൂടെയാണ് ഈ ന്യൂസ് വരുന്നത്. അല്ലാതെ അവരൊരു പത്രക്കുറിപ്പ് ഇറക്കുകയോ ഏതെങ്കിലും ഒരു ഓഫീസറോ അല്ലെങ്കിൽ മന്ത്രിയോ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു ഔദ്യോഗിക കുറിപ്പിലൂടെ പറയുന്ന ഒരു കാര്യമല്ല. ഇത് മാധ്യമങ്ങൾക്കൊരു സോഴ്സ് ബേസ്ഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ പോലെയാണ്. ഇത്തരം ഒരു വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമേജ് എന്താണ്? ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് നമ്മുടെ പൗരത്വത്തിൻ്റെ പ്രൂഫ് അല്ല എന്ന് കേൾക്കുന്ന ഒരു വിദേശ രാജ്യത്തുള്ള അതോറിറ്റീസ് ആയിരിക്കും ഇതിനെക്കുറിച്ച് വിചാരിക്കുക. അതൊരു വളരെ ലജ്ജാവഹമായിട്ടുള്ള ഇപ്പോൾ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ പാസ്പോർട്ടിന് നമ്മുടെ രാജ്യം പോലും വില കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഇമേജാണ് അത് കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ പാസ്പോർട്ടിന്റെ മൂല്യം കൂടി, ഇന്ത്യൻ പാസ്പോർട്ട് ഇപ്പോൾ പല കൺട്രീസും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളത് കാരണം വിസ പോലും വേണ്ടാതെ പലയിടത്തും നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഈ സർക്കാരിന്റെ അനുകൂലികൾ ഇങ്ങനെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും പലതും ഇതിനൊന്നും വലിയ യാഥാർത്ഥ്യമൊന്നുമില്ല. പക്ഷേ ഈ വാട്സാപ്പ് മെസ്സേജുകളിൽ പലപ്പോഴും വരുന്നൊരു ഇതാണ്, ഇന്ത്യൻ പാസ്പോർട്ടിന്റെ മൂല്യം വർദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള പല വാട്സാപ്പ് മെസ്സേജസും ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ട്. ഈ സർക്കാരിന്റെ അനുകൂലികൾ പകർത്തുന്ന ഒരു ഇതാണ്. പക്ഷെ ഇത് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ രാജ്യത്ത് പോലും നമ്മുടെ പാസ്പോർട്ടിന് വില കൊടുക്കുന്നില്ല, നമ്മുടെ രാജ്യം പോലും നമ്മുടെ പാസ്പോർട്ടിന് ഒരു രേഖയായിട്ട് അംഗീകരിക്കുന്നില്ല. പിന്നെ അതിന് ഒരു അന്താരാഷ്ട്ര തലത്തിൽ എന്ത് അംഗീകാരം കിട്ടാനാണ്? അപ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അപകടകരമാണ്. അപ്പോൾ നമ്മൾ പാസ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേറൊരു രാജ്യത്ത് പോകുന്നു. അപ്പോൾ അവിടുത്തെ മറ്റൊരു രാജ്യത്തിലെ ഒരു ഓഫീസർ ചോദിക്കുകയാണ്, നിങ്ങളുടെ മന്ത്രാലയം തന്നെ പറയുന്നു ഇതൊരു സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ് അല്ല, ഇതൊരു ട്രാവൽ ഡോക്യുമെന്റ് ആണ്, നിങ്ങൾ പോയിട്ട് സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ് കൊണ്ടുവരൂ എന്നൊരു ഇന്ത്യക്കാരനോട് ഒരു വിദേശ രാജ്യത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും? അപ്പോൾ അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ഒരു പൗരത്വം സ്ഥാപിക്കുക എന്നുള്ളത് നിയമപരമായി തന്നെ ഇന്ത്യയുടെ ഒരു നിയമവ്യവസ്ഥ അനുസരിച്ച് തന്നെ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം പൗരനിൽ തന്നെ ആണെന്നുള്ളത്. പക്ഷേ ഭരണഘടനാപരമായിട്ട് സ്വയം തെളിയിക്കാനുള്ളൊരു ഉത്തരവാദിത്വം ജനങ്ങൾക്ക് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അല്ല, അത് ഇപ്പം ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തി ഒരു ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ കാരണം ഇത് ഈ പറയുന്ന ബേർഡൻ ഓഫ് പ്രൂഫിന്റെ കാര്യം പറയുന്നത് ഫോറിനേഴ്സ് ആക്ടിലാണ്. ഇപ്പോൾ ഒരു വ്യക്തി ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ട് ഒരാൾ ഇവിടെ ഇന്ത്യയിൽ വരുന്നു ആണെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് അല്ലെങ്കിൽ അധികാരികൾക്ക് പ്രഥമദൃഷ്ട്യാ സംശയം തോന്നുകയാണെങ്കിൽ അയാളോട് ചോദിക്കാൻ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, അപ്പോൾ അയാളുടെ പക്കൽ ഉണ്ടാകണം അതിന്റെ രേഖകൾ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ അത് നമ്മുടെ ഒരു എവിഡൻസ് ആക്ടിലെയും ഒരു പ്രിൻസിപ്പിളാണ്, ഒരാളുടെ അറിവിലുള്ള കാര്യങ്ങൾ അയാൾ തന്നെ. പക്ഷേ ഈ ഫോറിനേഴ്സ് ആക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ഇവിടുത്തെ ജനങ്ങളുടെ പൗരത്വം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അതോ വിദേശത്തു നിന്ന് വരുന്ന ആളുകളെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു പ്രശ്നമില്ലേ? അല്ല, അപ്പൊ അവിടെ വിദേശി ആരാണ് സ്വദേശി ആരാന്നുള്ളത് സർക്കാരിന് ഒരു വേർതിരിച്ച് വിവേചനം ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ആളുകൾക്കും ഈ ബാധ്യത കൊടുക്കുന്നത് ഫോറിനേഴ്സ് ആക്ടിന്റെ ഒരു അന്തസത്തയ്ക്ക് നിരക്കുന്നതാണോ എന്നാണ്. ഇപ്പോൾ കുറച്ച് സസ്പെക്റ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് മുഴുവൻ ആളുകളോടും പൗരത്വം തെളിയിക്കണമെന്ന് പറയുന്ന ഒരു അവസ്ഥയല്ലേ രാജ്യത്ത് നിലവിലുള്ളത്? അതെ, ആ രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഫോറിനേഴ്സ് ആക്ടിന്റെ ഒരു കോണ്ടെക്സ്റ്റ് വേറെയാണ്. ഫോറിനേഴ്സ് ആക്ടിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബോർഡർ ഏരിയയിൽ മറ്റു രാജ്യത്തെ ആളുകൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലം, അങ്ങനെ ഒരു വളരെ പോറസ് ആയിട്ടുള്ള ഒരു ബോർഡർ ഏരിയയിൽ
വേറൊരാളെ കാണുന്നു. അപ്പോൾ അയാൾ ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ് ആണെന്ന് സംശയം തോന്നുന്നു. അപ്പോൾ ഇല്ലീഗൽ ഇമിഗ്രന്റ് അല്ല, ഞാൻ ഇവിടുത്തെ പൗരനാണെന്ന് തെളിയിക്കേണ്ടത് അയാളുടെ ഒരു ബാധ്യതയാണെന്ന് പറയാം. പക്ഷെ കാലാകാലങ്ങളായിട്ട് തലമുറകളായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങളാണ് ഇന്ത്യൻ പൗരനാണോ എന്ന് ഫോറിനേഴ്സ് ആക്ട് അനുസരിച്ച് ചോദിക്കുന്നത് അവിടെ ഒരു കോണ്ടെക്സ്റ്റ് മാറുന്നു. ഈ ഒരു വ്യത്യാസം നമ്മുടെ സുപ്രീം കോടതി മനസ്സിലാക്കുന്നില്ല എന്നാണോ, അതോ ഈ ഒരു വിഷയം കോടതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണോ? അല്ല, കോടതിയിൽ ഇപ്പോൾ ഈ FIR-ന്റെ വിഷയത്തിലാണ് ഇപ്പോൾ പൗരത്വമായിട്ടൊരു ഇത് വന്നിരിക്കുന്നത്. സുപ്രീം കോടതി ഇപ്പോൾ ഡയറക്റ്റ്ലി ഇപ്പോൾ സിറ്റിസൺഷിപ്പിനെ അഡ്രസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോൾ ആസാമിൽ നിന്ന് വന്ന കേസുകളുണ്ട്. അപ്പോൾ അതെല്ലാം അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലെ ഒരു NRC ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് വന്നിരിക്കുന്നത്. ആസാമിലാണെങ്കിൽ പോലും ഈ ബർഡൻ ഷിഫ്റ്റ് ചെയ്യുന്ന തരത്തിൽ ഈ IMDT ആക്ട് റദ്ദ് ചെയ്തുകൊണ്ട് ഫോറിനേഴ്സ് ആക്ട് വഴി തന്നെ അതെ അതെ ഫോറിനേഴ്സ് ആക്ട് വഴിയാണ്. കാരണം IMDT ആക്ടിൽ അത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് തെറ്റാണ്. ഫോറിനേഴ്സ് ആക്ട് വഴിയുള്ള ബർഡൻ ഓഫ് പ്രൂഫാണ് വേണ്ടത് എന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. അപ്പോൾ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തതാണെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കെങ്കിലും, പക്ഷേ ഇവിടെ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി അയാൾ പെട്ടെന്ന് ഇന്ത്യൻ പൗരനല്ല എന്ന്, തലമുറകളായിട്ട് ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിയോട് ഇന്ത്യൻ പൗരനല്ല എന്ന് പ്രൂവ് ചെയ്യുമ്പോൾ സ്റ്റേറ്റിന് എന്തെങ്കിലും കാണിക്കണം. എന്തെങ്കിലും സംശയം കാണും, എന്തിന്റെങ്കിലും അടിസ്ഥാനത്തിലായിരിക്കണം ആ ഒരു സംശയം ചോദിക്കേണ്ടത്. ഇതല്ലാതെ വെറുതെ ഒരാളോട് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കൂ എന്ന് പറയുന്നതിനകത്ത് ഒരു അസ്വാഭാവികതയുണ്ട്. ഇത് ശരിക്കും ഈ 1950 ഇന്ത്യക്ക് നമ്മുടെ രാജ്യം സ്വീകരിച്ച ഒരു പൗരത്വ സങ്കല്പത്തിൽ നിന്ന് ഇക്കാലം അത്രയും ഉള്ള കാലഘട്ടം പരിശോധിച്ചാൽ ആ സങ്കല്പത്തിൽ അല്ലെങ്കിൽ നിയമപരമായ അതിൻ്റെ ഒരു നിർവചനത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ, അതെയോ ഈ ഗവൺമെൻറ് മാറിയത് കൊണ്ടുള്ള ഒരു മാറ്റമാണോ ഈ കാണുന്നത്? അല്ല, 1950 തൊട്ട് ഇതിന് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ 1987 ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 1987 മുമ്പ് ഇന്ത്യയിൽ ജനനം കൊണ്ട് ബൈ ബർത്ത് ആവുന്നതായിരുന്നു. പിന്നീട് അത് ഏതെങ്കിലും ഒരു ഇന്ത്യൻ പാരന്റ്, ഒരു വൺ ഓഫ് ദ പാരന്റ്സ് ആവണമെന്നായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയിലെ പോലെ ഒരു ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഇവിടെ ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല ഇന്ത്യയിലുള്ളത്. ഇവിടെ ബൈ ഡിസെന്റ്, അതായത് ഏതെങ്കിലും ഒരു ഇന്ത്യൻ പാരന്റ് ആയിട്ടുള്ള ഒരു ലിങ്ക് കാണിക്കണം. അതാണ് ഇപ്പോഴത്തെ നിയമം. ഇപ്പോഴത്തെ നമ്മുടെ നിയമത്തിലെ അവസ്ഥ അതാണ്. അല്ലാതെ ഒരു ഇന്ത്യയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് പൗരത്വം ലഭിക്കുന്നില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഈ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാത്തതല്ല, പക്ഷേ പൗരന്മാരെ മുഴുവൻ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുക എന്ന രീതിയിലേക്ക് ഈ എക്സസൈസ് മാറിയിട്ടുണ്ട്. അത് ശരിക്കും നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യത്തിലെ എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള, ആരും അംഗീകരിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സാർവത്രിക വോട്ടവകാശം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് നടപ്പിലാക്കിയ ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ പരമാവധി ആളുകളെ ഈ ഇലക്ട്രൽ പ്രോസസ്സിൻ്റെ ഭാഗമാക്കുക എന്നതിൽ നിന്ന് ആളുകളെ സംശയത്തോടെ കാണുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറിയിട്ടുണ്ടോ? അപ്പോൾ SIR തന്നെ അവിടെ ഒരു പൗരത്വവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെയാണ് ഇതിന് പ്രശ്നം വരുന്നത്. ഒരു ഡിഫാക്ടോ NRC പോലെ ഈ ഇലക്ട്രൽ റോളിനെ മാറ്റുന്നിടത്താണ് ഇവിടെ പ്രശ്നം ഉദിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഒരാളുടെ വോട്ടവകാശവും ഒരാളുടെ പൗരത്വവും തമ്മിൽ അങ്ങനെ ബന്ധിപ്പിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ഒരാൾക്ക് വോട്ട് ചെയ്യാതിരിക്കാം, വോട്ട് ചെയ്യണമെന്ന് താല്പര്യമില്ലാതിരിക്കാം. ഒരാൾ ഇന്ത്യൻ പൗരനാവുന്നത് അയാൾ വോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ അയാളുടെ എൻട്രി ഉണ്ടോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കരുത്. ഇപ്പോൾ ഇത് സർക്കാർ ഒരു NRCയുടെ ഒരു ഡിഫാക്ടോ NRC പോലെ ഇലക്ട്രൽ റോളിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ബംഗാളിൽ നടക്കുന്ന ഒരു ഡെവലപ്മെന്റ്സ് അങ്ങനെ ഒരു സംശയത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത്. താങ്കൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളും അതിൻ്റെ ജഡ്ജ്മെൻറ്റൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച ഒരാളാണ്. എന്തുകൊണ്ടാണ് കോടതിക്ക് ഈ ഒരു കാര്യം ബോധ്യപ്പെടാത്തത്? ഇങ്ങനെ ഒരു കോടതി അതിനകത്ത് ഒരു വളരെ ന്യൂആൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഇലക്ഷൻ കമ്മീഷന് ഒരാളുടെ പൗരത്വം തെളിയിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ പൗരത്വം ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു അധികാരമില്ല. ഈ SIR പ്രകാരം ഇലക്ട്രൽ റോളിൽ ഒരാളുടെ പേര് ഇല്ല എന്നുള്ളത് ഒരാൾ പൗരനല്ല എന്നുള്ളതിന്റെ ഒരു തെളിവല്ല, അല്ലെങ്കിൽ അയാൾ പൗരനാവാതിരിക്കുന്നില്ല എന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ SIR പ്രകാരമുള്ള ഒരു ഇലക്ഷൻ കമ്മീഷന്റെ എൻക്വയറി എന്ന് പറയുന്നത് അവർക്കൊരു വളരെ ലിമിറ്റഡ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഒരാളുടെ സിറ്റിസൺഷിപ്പ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഇൻക്ലൂഷൻ ഇൻ ദ ഇലക്ട്രൽ റോൾ. ഇപ്പോൾ ഇലക്ട്രൽ റോളിൽ നിന്ന് ഒരാൾ SIR പ്രക്രിയയിൽ ഒരാളുടെ പേര് നീക്കം ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ ഇന്ത്യൻ പൗരനാകാതിരിക്കുന്നില്ല എന്ന് സുപ്രീം കോടതി അത് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷന് വളരെ ഒരു ലിമിറ്റഡ് പവർ മാത്രമേ ഉള്ളൂ. കാരണം കോടതി പറയുന്നത് സാങ്കേതികമായിട്ട് ശരിയായിരിക്കാം, പക്ഷേ SIR എന്ന പ്രോസസ്സ് ഫലത്തിൽ എന്താണ് രാജ്യത്തെ ജനങ്ങളോട് ചെയ്യുന്നത് എന്ന്
കോടതിക്ക് മനസ്സിലാകാതെ പോയി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, കോടതിയുടെ മുമ്പിൽ അങ്ങനെ ഒരു കോൺക്രീറ്റ് എക്സാമ്പിൾ വരുന്നില്ലായിരുന്നു. കാരണം കോടതിക്ക് ഇപ്പോൾ അതിന്റെ ഒരു അക്കാഡമിക് കാര്യങ്ങൾ, അതിന്റെ ഒരു ലീഗാലിറ്റി മാത്രമല്ലേ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഡിറ്റർമിനേഷൻ കോടതിയുടെ തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം കോടതി അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇത് SIR-ൽ ഒരാളുടെ പേര് നീക്കം ചെയ്തത് കൊണ്ട് അയാൾ, ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഹീസ് നോട്ട് എ സിറ്റിസൺ. അതൊരു ഓൺലി ഫോർ എ ലിമിറ്റഡ് പർപ്പസ് ഓഫ് എൻട്രി ഇൻ ദ ഇലക്ട്രൽ റോൾ മാത്രമാണ് ഈ SIR പ്രക്രിയയിലൂടെ മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഇലക്ട്രൽ റോളിൽ നിന്ന് ഒരാളുടെ പേരില്ല എന്നുള്ളത് കൊണ്ട് അയാൾക്ക് സിറ്റിസൺ എന്നുള്ള രീതിയിലുള്ള അവകാശങ്ങളെല്ലാം നിഷേധിക്കാൻ സാധിക്കുമെന്ന് സുപ്രീം കോടതി പറയുന്നില്ല. അങ്ങനെ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. പക്ഷേ എങ്കിൽ നമ്മുടെ രാജ്യത്തെ അനുഭവങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ, ഇപ്പോൾ ആസാമിലാണെങ്കിലും NRCക്ക് മുൻപ് ഈ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ D എന്ന് മാർക്ക് ചെയ്തെടുത്തുനിന്ന് തുടങ്ങിയതാണ് അവിടുത്തെ SIR-ൻ്റെ NRCയുടെ പ്രക്രിയ എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ഇത്തരം അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ഇത് വളരെ പ്ലെയിനായിട്ടും ഉദ്ദേശം ഇതാണെന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടതായിരുന്നില്ലേ എന്നുള്ളതാണ്. അത് കോടതിയെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയതുകൊണ്ടാണോ അത്? അല്ല, കോടതി അവിടെ അതിനുള്ള ആൻസർ കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊരു സിറ്റിസൺഷിപ്പിന്റെ ഒരു ഫൈനൽ ഡിറ്റർമിനേഷൻ അല്ല എന്ന് കോടതി അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വളരെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. SIR എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ല, ഒരാളുടെ പൗരനാണോ എന്ന് തെളിയിക്കാനുള്ള ഒരു അധികാരം ഇലക്ഷൻ കമ്മീഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു ലിമിറ്റഡ് പർപ്പസിന് വേണ്ടി മാത്രമാണെന്നും, ഇലക്ഷൻ കമ്മീഷൻ SIR-ൽ ഒരാളെ നീക്കം ചെയ്തത് കൊണ്ട് അയാൾ സിറ്റിസൺ ആകാതിരിക്കുന്നില്ല എന്നും കോടതി അത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല. ആളുകളുടെ ജനനത്തീയതി, മറ്റേ അച്ഛൻ്റെയും അമ്മയുടെയും പോലെയുള്ള വിവരങ്ങൾ, ഇതൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് ശേഖരിക്കുകയും പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉൾച്ചേർക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇതിനെ ഈ സിറ്റിസൺഷിപ്പ് ലോവുമായിട്ട് ബന്ധപ്പെടുത്തുന്നതാണ് എന്ന് മനസ്സിലാകുന്നതല്ലേ? അല്ല, അതുകൊണ്ടാണ് കോടതി അത് പറഞ്ഞത്. ഇതിന് പൗരത്വമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ പൗരത്വം അടിസ്ഥാനപരമായിട്ട് തീരുമാനിക്കേണ്ടത് സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ചുള്ള ഒരു അതോറിറ്റിയാണ്. അവരാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഇലക്ഷൻ കമ്മീഷനല്ല ഒരാൾ ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്നുള്ളതിന്റെ ഒരു അധികാരം ഇലക്ഷൻ കമ്മീഷനല്ല ഉള്ളത്. അപ്പോൾ കോടതിയിൽ ഇപ്പോൾ ഇതിന്റെ ഭരണഘടനാ സാധ്യതയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. കാരണം അല്ലാതെ ഒരു കോൺക്രീറ്റ് കേസ് അല്ല കോടതിയുടെ മുമ്പിലുള്ളത്. ഒരു വ്യക്തി നീക്കം ചെയ്യപ്പെട്ടു. പ്രൊസീജിയറിന്റെ ഒരു ന്യൂവാൻസ് ആണ്. ഇപ്പോൾ സാധാരണ ഒരു വോട്ടർ പട്ടികയിൽ ഒരാൾ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നറിയാനായിട്ട് ഇത്രയധികം വിവരശേഖരണവും വെരിഫിക്കേഷൻ്റെയും ആവശ്യമില്ല. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ ആളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വിവരങ്ങൾ, അച്ഛൻ്റെയും അമ്മയുടെയും SLC ബുക്കിൻ്റെ. ഇപ്പോൾ രാജഗോപാൽ സാറിൻ്റെ ഉദാഹരണം തന്നെ പറഞ്ഞാൽ അച്ഛൻ്റെ രേഖകൾ ശേഖരിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത എഫേർട്ട് നമുക്കറിയാം. ഇത്തരം വിവരങ്ങൾ ശേഖരിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ടല്ല. ഇതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ, അവരുടെ മാൻഡേറ്റിൽ പെടാത്ത ചില കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നു എന്നുള്ളത് ഇതിൻ്റെ ഈ പ്രൊസീജിയർ മനസ്സിലാക്കിയാൽ തന്നെ വ്യക്തമാകുമായിരുന്നില്ലേ എന്നാണ്. അല്ല, അവിടെ അതാണ് ഇപ്പം ഇലക്ഷൻ കമ്മീഷനകത്ത് പവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവരിത് ഏത് രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് കോടതിക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനകത്ത് പവർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോൾ എസ്പെഷ്യലി ബംഗാളിലെ കേസിൽ ആ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുടെ കാര്യത്തിൽ സുപ്രീം കോടതി അവിടെ ഒരു കൃത്യമായ ഇടപെടൽ നടത്തണമെന്നായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അപ്പോൾ അതിന്റെ കാരണം വേറൊരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു പ്രോസസ്സാണ്. എന്തുകൊണ്ട് ബംഗാളിൽ മാത്രമായിട്ട് അത് ചെയ്യുന്നു? അതും ഇങ്ങനെയുള്ള നിസ്സാര സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുടെയും മറ്റേ അടിസ്ഥാനത്തിൽ ചെയ്യുന്നു. അപ്പോൾ അതിന് കോടതി അവിടെ ഒരു വ്യക്തമായ ഒരു ഇടപെടൽ നടത്തിയില്ല. കോടതി അതിന് പകരം കുറെ അപ്പലേറ്റ് ട്രൈബ്യൂണൽസ് ഉണ്ടാക്കി നിങ്ങൾക്കെല്ലാം അവിടെ അപ്പീൽ ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഈ 27 ലക്ഷം ആളുകളുടെയും അപ്പീല് ഏകദേശം 100 ട്രൈബ്യൂണലുകൾ, അതും റിട്ടയർഡ് ജഡ്ജസ് ഒക്കെ ഇരിക്കുന്ന ട്രൈബ്യൂണലുകൾ, വർഷങ്ങൾ കൊണ്ടാണ് അതിനൊരു നടപടി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആ ഒരു മേഖലയിൽ കോടതി ഒരു കൃത്യമായ ഇടപെടൽ നടത്തിയില്ല. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ അവർ ചെയ്യുന്ന പ്രോസസ്സിന്റെ ഒരു റീസണബിൾനെസ് എന്താണെന്നുള്ളത് കോടതി അത് വ്യക്തമായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ആ ഒരു രീതിയിലേക്ക് അവിടെ പോയില്ല. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ പ്രൊപ്പോഷണൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണോ, ഇവർ പറയുന്ന ലക്ഷ്യത്തിന് പ്രൊപ്പോഷണൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണോ നടത്തുന്നത് എന്ന കാര്യം കോടതി പരിശോധിച്ചിരുന്നു എന്നുള്ളൊരു ചോദ്യമില്ലേ? അല്ല, കോടതി അതിന് ഒരു വ്യക്തമായ പരിശോധന അവിടെ നടത്തിയില്ല. അതാണ് ഇപ്പോൾ അവിടെ ഈ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുടെ പേരിലോ അല്ലെങ്കിൽ കാരണം നമുക്ക് ഡോക്യുമെന്റ്സ് എറേഴ്സ് ഒക്കെ നമ്മുടെ അവിടെ സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ ആളുകളെ ഇങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്യണോ എന്നുള്ളത് അവിടെ കോടതി പരിശോധിക്കണമായിരുന്നു. ആ ഒരു ഇടപെടൽ കോടതി വ്യക്തമായിട്ട് നടത്തിയില്ല. ഇപ്പോൾ നമ്മൾ രാജഗോപാൽ സാറിൻ്റെ കാര്യമാണ് സംസാരിച്ചത്. താങ്കളുടെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ച് നമുക്ക് എപ്പോഴും മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയും. അതല്ലാതെ അങ്ങനെയൊന്നും അത്ര വിസിബിലിറ്റി ഇല്ലാത്ത ഒരാൾ ഈ റിപ്പോർട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ കേസിൻ്റെ ഭാഗമായൊക്കെ മനസ്സിൽ വന്നു പോയ ആൾ പിന്നീട് ഒരുപാട് കാലം ആ ഒരാൾ മനസ്സിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടോ? രാജഗോപാലിന്റെ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിലുള്ള ഒരു റീച്ച് ഉള്ളത് കാരണം അദ്ദേഹത്തിന്റെ അനുഭവം
ഇന്ത്യയിൽ എല്ലാവരും തന്നെ അറിഞ്ഞു. പക്ഷെ ആ ഒരു അനുഭവം, ആ ഒരു പ്രിവിലേജ് ഇല്ലാത്ത, അത് രാജഗോപാൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്. എന്നെ പോലെ ലക്ഷങ്ങളുണ്ട്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് ഈ ഒരു ആക്സസ് ഇല്ലാത്ത ആളുകളുണ്ട്, അവർ ഇതുപോലെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റേഷൻ കിട്ടാത്ത ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം മറ്റൊരു വ്യക്തിയുടെ കാര്യം പറഞ്ഞു. അയാള് ആർമിയിൽ ആപ്ലിക്കേഷന് വേണ്ടി കൊടുത്ത ഒരു യുവാവ്, ഒരു സാധാരണ ചെറുപ്പക്കാരൻ, എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല, SIR കാരണം അയാൾ SIR പേരില്ല എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട്. അവസാനം കോടതിയിൽ പോയപ്പോഴാണ് അവസാനം അദ്ദേഹത്തിന് റിലീഫ് കിട്ടിയത്. അപ്പോൾ കോടതിയിൽ പോകാൻ സാധിക്കാത്തതും ആയിട്ടുള്ള, അല്ലെങ്കിൽ കോടതിക്ക് സമയത്തിന് റിലീഫ് കൊടുക്കാൻ പറ്റാത്തതുമായ ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാം ഇതിന്റെ പേരിൽ അവരുടെ സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് നിഷേധിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം ഉദിക്കുന്നത്. ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ്. ഒരുപാട് ഭാഷകളുണ്ട്. ഈ പലപ്പോഴും നമ്മുടെ ഇലക്ട്രൽ റോൾ തയ്യാറാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രൽ വോട്ടർ ID കാർഡ് തയ്യാറാക്കുമ്പോൾ എല്ലാം ആ പ്രാദേശിക ഭാഷയിലുള്ള പേരും ഈ ഇംഗ്ലീഷിലുള്ള പേരും അതിൻ്റെ അകത്ത് പ്രിൻ്റ് ചെയ്ത് വരും. ഇതും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിന് മനുഷ്യർക്ക് പോലും നേരിട്ട് നോക്കിയാൽ മനസ്സിലാകാത്ത പല കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒരു സോഫ്റ്റ്വെയറിനെ ഏൽപ്പിക്കുമ്പോൾ, ഇറോനെറ്റ് പോലെ അല്ലെങ്കിൽ ഈസിയായി ഉപയോഗിക്കുന്ന പോലത്തെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുമ്പോൾ അതിലൊരു വലിയ ഒരു നൈതിക പ്രശ്നമുണ്ടെന്നും അത് എക്സ്ക്ലൂഷനുള്ള വലിയ സാധ്യതകൾ ഒരുക്കുന്നുണ്ട് എന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിട്ടുണ്ടായിരുന്നു? അല്ല, അതുണ്ടായിരുന്നു. പക്ഷെ അത് കോടതി ഒരു വ്യക്തമായ ഒരു ഇടപെടൽ നടത്തിയില്ല. ഇപ്പോൾ ഈ ഞാൻ ആദ്യം പറഞ്ഞു, പല പേരുകളും ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ പല സ്പെല്ലിങ്ങുകളിൽ എഴുതാൻ പറ്റും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളെയും നീക്കം ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കോടതിയുടെ മുമ്പിൽ വന്നെങ്കിലും കോടതി അവിടെ ഒരു വ്യക്തമായ ഇടപെടൽ നടത്തിയില്ല. കോടതി പറഞ്ഞു, നിങ്ങളെല്ലാം അപ്പീൽ കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പീലേറ്റ് ട്രൈബ്യൂണൽസ് ഫോം ചെയ്ത് അപ്പീൽ കൊടുക്കാനാണ് കോടതി പറഞ്ഞത്. അവിടെ ഒരു വളരെ യാന്ത്രികമായ ഒരു രീതിയിലാണ് കോടതി പ്രവർത്തിച്ചത്, അതിന്റെ ഇത് മനസ്സിലാക്കാതെ. പക്ഷെ അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ കോടതിക്ക് ഇത് മനസ്സിലായി. പക്ഷെ ആ സമയം കൊണ്ട് ഇതിന്റെ എല്ലാം സമയം കഴിഞ്ഞു. കോടതിയിൽ ഒരു ജഡ്ജ് ഇതിനെപ്പറ്റി കുറെ വാക്കാൽ കുറെ നിരീക്ഷണങ്ങളൊക്കെ നടത്തി. പക്ഷേ ഒരു കൃത്യമായൊരു ഓർഡർ ഒന്നും പാസ്സാക്കിയില്ല. ഇപ്പോൾ ലൈവിലോ ദിവസേന ഒരുപാട് കോടതി ഉത്തരവുകളും ഒരുപാട് ഗവൺമെൻറ് ഓർഡറുകളും നിരന്തരം റിപ്പോർട്ട് ചെയ്യുകയും അതിനെ വിശകലനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഈ SIRൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, അതിൻ്റെ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എപ്പോഴാണ് താങ്കൾക്ക് ഇതൊരു സാധാരണ ഒരു പ്രശ്നമല്ല എന്ന് തോന്നിയത്? എപ്പോഴാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, ഇത് SIR ഇത് ആദ്യം വന്നപ്പോൾ തന്നെ ഇവര് കുറച്ച് ഡോക്യുമെന്റ്സ് സ്പെസിഫൈ ചെയ്തത്, ഏകദേശം 10-11 ഡോക്യുമെന്റ്സ് ആണ് അവർ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ അതിലവർ പറഞ്ഞു, ഇപ്പോൾ ബീഹാറിലാണ് ആദ്യം തുടങ്ങുന്നത്. ഇപ്പോൾ പാസ്പോർട്ട് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള ചില ഡോക്യുമെന്റ്സ് ഒക്കെ മാത്രമാണ് ഇവർ അതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരം ഡോക്യുമെന്റ്സ്, ഇപ്പോൾ നമ്മുടെ ആ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയും കൂടെ മനസ്സിലാക്കണം. ബീഹാർ പോലത്തെ ഒരു സ്ഥലമാണ്, സാക്ഷരത കുറവുള്ള ഒരു സ്ഥലമാണ്, എല്ലാവരും സ്കൂളിൽ പോകുന്ന ഒരു സ്ഥലമല്ല, എല്ലാവർക്കും സർക്കാർ ഉദ്യോഗമുള്ള ഒരു സ്ഥലമല്ല. ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏകദേശം 5% താഴെ ആളുകൾക്കാണ് പാസ്പോർട്ട് തന്നെയുള്ളൂ. അപ്പോൾ അതായത് ജനകീയമായിട്ടുള്ള സാർവത്രികമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒന്നും അവർ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ആധാർ ഉൾപ്പെടുത്തിയില്ല, റേഷൻ കാർഡ് ഉൾപ്പെടുത്തുന്നില്ല, വോട്ടേഴ്സ് കാർഡ് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇത് വരുമ്പോഴാണ് നമുക്ക് അവിടെ ഇതിന്റെ ഒരു ഇലക്ട്രൽ റോൾ ശുദ്ധീകരണമാണോ അതോ ആളുകളെ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഇലക്ഷൻ നടത്തുന്ന ഒരു ഭരണഘടനാ ബോഡി എന്ന നിലയ്ക്ക് അവർ ചെയ്യേണ്ടത് എന്താണ്? മാക്സിമം ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതാണ് അവരുടെ കടമ. ആളുകളെ കൂടുതൽ ഈ ഇലക്ട്രൽ പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക, കൂടുതൽ ആളുകളെ വോട്ട് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുക, അതിന് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം തയ്യാറാക്കുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത്. പക്ഷെ ഇത് ആളുകളെ നീക്കം ചെയ്യാനുള്ള ഒരു പ്രോസസ്സായിട്ട് ഇതിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നുന്നൊരു സംശയം. ഇത് ആളുകളെ ഉൾപ്പെടുത്താനല്ല, ആളുകളെ നീക്കം ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. പാർലമെന്റ് ഈ ഒരു സംവിധാനത്തെ മാറ്റുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഗവൺമെൻറ് വരികയാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുക. എന്തൊക്കെ മാറ്റമായിരിക്കും ഈ പ്രോസസ്സിൽ SIR ജെന്യൂനായിട്ട് നടക്കുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുക? അല്ല, അത് ഇപ്പോൾ ആളുകളുടെ ഡോക്യുമെന്റ്സ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ നേരിട്ട് ചെന്ന് ആളുകളെ ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഒരു സാർവത്രികമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സ് വേണം. കൂടുതൽ ആളുകളെ ഇതിലേക്ക് ചേർക്കുവാനാണ് ശ്രമിക്കേണ്ടത്. ആദ്യം ഇവർ വന്നപ്പോൾ ആധാർ കാർഡ് അവർ അംഗീകരിക്കുന്നില്ല. ആധാർ കാർഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ വ്യക്തികൾക്കും തന്നെ ഉള്ളൊരു ഡോക്യുമെന്റ് ആണ് ഇന്ത്യയിൽ. അതും ഗവൺമെന്റ് പുഷ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഡോക്യുമെന്റ് ആണ് ആധാർ കാർഡ്. ആധാറിന്റെ പല അതിനെപ്പറ്റിയുള്ള മറ്റു പല പ്രൈവസിയായിട്ട് ബന്ധപ്പെട്ട പല ആശങ്കകളും നിലനിൽക്കെ തന്നെ
അതൊരു സാർവത്രികമായിട്ടൊരു ഡോക്യുമെന്റ് ആയിട്ട് ഇന്ത്യയിൽ വന്നു. കോടതി വിധികളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആധാർ ആണ് ഇപ്പോൾ ഒരു ഡോക്യുമെന്റ് ആയിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് ആധാർ ഇവർ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളൊരു ചോദ്യം വന്നു. അത് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ വന്നതിന് ശേഷം മാത്രമാണ്. അതും ഇലക്ഷൻ കമ്മീഷൻ വളരെയധികം അതിനെ എതിർത്തു. വളരെയധികം അവസാനം സുപ്രീം കോടതിയുടെ ഡയറക്ഷനായിട്ട് പാസ്സാക്കിയതിന് ശേഷം മാത്രമാണ് അവർ ആധാർ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ കേരള ഗവൺമെൻറ് കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് എല്ലാ എല്ലാ മലയാളികൾക്കും, കേരളത്തിലെ എല്ലാവർക്കും ഒരു കാർഡ് കൊടുക്കും എന്നൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അത്തരത്തിൽ സംസ്ഥാനങ്ങൾ ചെയ്തതുകൊണ്ട് ഈ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതെയോ അഖിലേന്ത്യാ തലത്തിൽ അങ്ങനെ ഒരു സിറ്റിസൺഷിപ്പ് ഡോക്യുമെൻ്റ് എല്ലാവർക്കും നൽകേണ്ടതുണ്ട് എന്നാണ്? അല്ല, അങ്ങനെ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെന്റ് പ്രോവിൻസ് ആണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമമാണ്. അപ്പോൾ അതിനൊരു സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ് ആയിട്ട് അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ നമുക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ അങ്ങനത്തെ സർട്ടിഫിക്കറ്റുകൾ നമുക്കിപ്പോഴും നിയമത്തിലുണ്ട്. അപ്പോൾ അതിന് ഒരു വലിയ സാധുത നിയമതലത്തിൽ വരികയില്ലായിരുന്നു. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഇപ്പൊ നമ്മുടെ ഇവിടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും, നമ്മൾ ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ പോയി കിട്ടും. അപ്പോൾ അതുപോലത്തെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് മാത്രം മാറുമായിരുന്നു, അല്ലാതെ കൂടുതലൊരു സാങ്കത്യം അതിന് വരത്തില്ല. ഇനി ഭാവിയിൽ ഒരു കുറേ കാലങ്ങൾക്ക് ശേഷം എന്തായിരിക്കും ഇത്തരം ഒരു പ്രോസസ്സ് കൊണ്ടുണ്ടാകുന്ന ഫലം എന്തായിരിക്കും? ഇപ്പോൾ നടക്കുന്ന SIRന്റെ ഒരു ഫലം? അല്ല, എനിക്ക് പലർക്കും തോന്നുന്നൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗവൺമെന്റിന് ഒരു NRC എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൊണ്ടുവരണം. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് നടത്തുകയാണ് എന്നുള്ളതാണ് പല വ്യക്തികൾക്കും, അതുപോലെ എനിക്കും തോന്നുന്നൊരു സംശയം. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ പാസ്പോർട്ടും ഒരു സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ് അല്ല എന്ന് ഒരു സംശയം ജനങ്ങളിൽ ജനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അടുത്ത കാലത്ത് വന്ന ഒരു മിനിസ്ട്രിയുടെ ഒരു അനോണിമസ് ന്യൂസും. കാരണം ജനങ്ങൾക്കൊരു ബോധ്യം, ജനങ്ങൾക്ക് തന്നെ തോന്നണം, എങ്കിൽ ഞങ്ങൾക്കൊരു സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ് തരൂ എന്ന് ജനങ്ങൾ തന്നെ ആവശ്യപ്പെടുന്ന രീതിയിൽ അവരെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് സർക്കാർ നോക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ദേ ആർ ലേയിങ് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ ആൻ NRC. അപ്പോൾ അതിനുള്ളൊരു പ്രിപ്പറേഷൻ, അതിനുള്ളൊരു ടെസ്റ്റ് ആയിരുന്നു ഈ SIR എന്നും പലപ്പോഴും തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ജനങ്ങൾക്കൊരു എക്സസൈസ് കൊടുത്തു, അപ്പോൾ അവർക്ക് ഇതായിട്ട് ശീലമായി. ഇങ്ങനെ ഗ്രാജുവലി ഒരു NRC കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനം, അല്ലെങ്കിൽ ഒരു ഭരണഘടനാധിഷ്ഠ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നത് തന്നെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്ന ഒരു അടിസ്ഥാന സങ്കല്പത്തിൻ്റെ കീഴിലല്ലേ? അതിൽ ജനങ്ങളെല്ലാം സംശയദൃഷ്ടിയോടെ കാണുന്നത് ജനാധിപത്യത്തിന് ഗുണകരമായിരിക്കുമോ? അല്ല, ജനാധിപത്യത്തിന് ഗുണകരമല്ല. അപ്പം സർക്കാരാണ് പറയേണ്ടത്. ഇപ്പൊ ഞാൻ ഒരു ഇന്ത്യൻ പൗരനല്ല എന്ന് കാണിക്കാൻ സർക്കാരിന് എന്തെങ്കിലും സംശയം കാണിക്കണം, എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. അല്ലാതെ വെറുതെ എല്ലാവരെയും സംശയത്തിന്റെ പുറത്തിൽ നിങ്ങളെല്ലാം നിങ്ങളുടെ പൗരത്വം കാണിക്കൂ, നിങ്ങളുടെ രേഖകൾ കൊണ്ടുവരൂ, നിങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മുത്തച്ഛനോ ആ ഒരു 10, 3, 4 തലമുറയ്ക്ക് മുമ്പുള്ള ആളുകളുടെ രേഖകൾ കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നത് അതൊരു വളരെ അൺറീസണബിൾ ആണെന്ന് മാത്രമല്ല, ഇതിലൊരു ഡിസ്ക്രിമിനേഷൻ എലമെന്റും വരാം. മതപരമായിട്ടോ ജാതീയമായിട്ടോ ആളുകളെ നീക്കം ചെയ്യാനുള്ള ഒരു പ്രോസസ്സായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. ഇപ്പോൾ ആസാമിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഈ ആസാമിൽ സംഭവിക്കുന്ന ഒരു NRC, അതിനെപ്പറ്റി നമ്മൾ പലപ്പോഴും അങ്ങനെ ഒരു വലിയ ചർച്ച അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇങ്ങനെ വരുന്നില്ല. അവിടെ ധാരാളം ആളുകൾ വർഷങ്ങളായിട്ട്, തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ സിറ്റിസൺ അല്ല എന്ന് പറഞ്ഞാൽ അവരെ ബംഗ്ലാദേശിലേക്ക് ഡിപ്പോർട്ട് ചെയ്യാണ് അതിനുള്ള അടുത്ത പ്രോസസ്സ്. അങ്ങനെ ബംഗ്ലാദേശ് അവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇന്ത്യൻ സിറ്റിസൺ ആണ്. അപ്പോൾ അവർ ബംഗ്ലാദേശിലുമില്ല, ഇന്ത്യയിലുമില്ല, ഒരു സ്റ്റേറ്റ്ലെസ് സിറ്റിസൺസ് ആയിട്ട് അവിടെ ഡിറ്റൻഷൻ സെന്ററിൽ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ അത്രയും ചർച്ച ചെയ്യുന്നില്ല, അത്രയും അവെയർ അല്ല. അപ്പോൾ ആ ഒരു സിസ്റ്റം മനുഷ്യരെ രാജ്യരഹിതരാക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഭീകരത എന്താണെന്ന് പലപ്പോഴും പൊതുജനത്തിന് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പൗരത്വം എന്ന് പറയുന്നത് അവകാശങ്ങൾക്കുള്ള അവകാശമാണ്. ആ അർത്ഥത്തിൽ എങ്ങനെയാണ് ഇത് മനുഷ്യരല്ലാതാക്കി മാറ്റുന്നത് എന്നൊന്ന് വിശദീകരിക്കാം. അല്ല, അതാ ഇപ്പം ഞാൻ പൗരനല്ല എന്നാണെങ്കിൽ എനിക്കുള്ള പല അവകാശങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട്, ഞാൻ ഇവിടെ ഇന്ത്യയിൽ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാർക്ക് ജനിച്ച ഒരു വ്യക്തി, 10, 30, 40 വർഷം ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു നാൾ പറയുകയാണ്, ഏതെങ്കിലും ഡോക്യുമെന്റ് എനിക്ക് കാണിക്കാൻ സാധിച്ചില്ല, എന്റെ മുത്തച്ഛന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ 1951 ഉള്ള വോട്ടേഴ്സ് ലിസ്റ്റ് എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെയോ അല്ലെങ്കിൽ എൻ്റെ 2 തലമുറ മുന്നിലുള്ള ആളുകളുടെയോ രേഖകൾ കാണിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പൗരനല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ആരാണ്? ഞാൻ ഇന്ത്യൻ പൗരനല്ലെങ്കിൽ ഞാൻ എവിടത്തെങ്കിലും പൗരനാവണമല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥ വരുന്നില്ല. ഇപ്പോൾ ഞാൻ വേറൊരു രാജ്യത്ത് നിന്ന് ഇവിടെ കുടിയേറി വന്നൊരു വ്യക്തി, ഞാൻ പാകിസ്ഥാനിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ കയറി വന്നൊരു വ്യക്തിയാണെങ്കിൽ
ഞാൻ ഇന്ത്യൻ പൗരനല്ല എന്ന് പറഞ്ഞാൽ ശരി, എന്നാൽ ഞാൻ എൻ്റെ നാട്ടിൽ പൊക്കോളാം, എന്നാൽ എന്നെ ശ്രീലങ്കയിലേക്ക് വിട്ടോളൂ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് വിട്ടോളൂ എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ എനിക്ക് അവിടെ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അത് ഓക്കെ, മനസ്സിലാക്കാം. പക്ഷേ വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തി ഞാൻ പൗരനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോകും? പിന്നെ ഏത് രാജ്യത്ത് ഇപ്പൊ ഞാൻ ഒരു വ്യക്തി എവിടെയെങ്കിലും ബിലോങ് ചെയ്യണമല്ലോ. ദർ ഇസ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു എനി പേഴ്സൺ. ഞാൻ എവിടെ പോകും? പിന്നെ ശ്രീലങ്കയിലേക്കോ ഏതെങ്കിലും വേറൊരു രാജ്യവും എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഞാൻ അവിടെ ജനിച്ചതല്ല, ഞാൻ അവിടെ വളർന്നതല്ല. വേറൊരു രാജ്യവും എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇവിടെ ഞാൻ ജനിച്ചു ജനിച്ചതെന്ന് വളർന്ന മാതൃ രാജ്യം എന്നെ തെളിയിക്കപ്പെടാതെ അക്സെപ്റ്റ് എനിക്ക് ചെയ്യുന്നില്ല. മറ്റൊരു രാജ്യത്ത് പൗരനാണെന്ന് തെളിയിക്കാൻ യാതൊരു സാധ്യത ഉണ്ടാവില്ല. അതെ, യാതൊരു സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു സ്റ്റേറ്റ്ലെസ് ആയിട്ട് ഞാൻ ഇവിടെ ജീവിക്കും. അപ്പോൾ കുറ്റമൊന്നും ചെയ്യാത്തതുകൊണ്ട് എന്നെ ജയിലിലും വിടാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ വാർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡിറ്റൻഷൻ സെന്ററുകൾ ആയിട്ട് അവരെ ഡിറ്റെയിൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഡിറ്റൻഷൻ സെന്ററിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ജയിലിൽ വിട്ട് കഴിഞ്ഞാൽ കൊലപാതകം ചെയ്ത ആളാണെങ്കിൽ പോലും ഒരു 14 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് റെമിഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. അതെ. ഇപ്പോൾ പല കേസുകളിലും 10-20 വർഷം ജയിലിൽ കിടന്ന ആളുകളെ നല്ല നടപ്പിന്റെ പേരിലൊക്കെ കോടതികൾ തന്നെ അവരെ റിലീസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഡിറ്റൻഷൻ സെന്ററിൽ വിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻഡെഫിനിറ്റ് ഡിറ്റൻഷൻ ആണ്. അതായത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, പക്ഷെ ഞാനൊരു സ്റ്റേറ്റ്ലെസ് വ്യക്തി ആയതുകൊണ്ട് ഞാൻ അവിടെ ഡിറ്റെയിൻ ചെയ്യപ്പെട്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ കിടക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അങ്ങനത്തെ ആ ഒരു അവസ്ഥ ആസാമിൽ നടക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഫിക്ഷൻ അല്ല, വളരെ നമ്മുടെ മുന്നിൽ നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഡിറ്റൻഷൻ സെന്ററുകളിൽ കുറെ വർഷങ്ങളായിട്ട് കിടന്ന ആളുകൾക്ക് അവസാനം കോടതികൾക്ക് അവസാനം ഒരു അനുകമ്പ തോന്നി അവർക്ക് ജാമ്യം കൊടുത്ത് അവരെ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഇലക്ട്രൽ ലിസ്റ്റ് വോട്ടർ പട്ടിക പരിശോധന, വോട്ടർ പട്ടികയിൽ സംശയം തോന്നുന്ന വ്യക്തികളെ കണ്ടെത്തുന്ന ഒരു സംവിധാനം എങ്ങനെയാണ് ആസാമിൽ രാജ്യരഹിതരായ മനുഷ്യരെ സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്നതുകൂടി ഒന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഈ SIR ഭാവിയിൽ എന്താണ് ആയിത്തീരാൻ പോകുന്നതിനെ കുറിച്ചൊരു സെൻസ് ഉണ്ടാവും തോന്നുന്നു. ഒന്ന് വിശദീകരിച്ചാൽ. അല്ല, അവിടെ ഇപ്പോൾ ആസാമിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ അവിടെ ഒരു മുസ്ലിം വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ബംഗാളി സംസാരിക്കുന്ന ഒരു മുസ്ലിം വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ബംഗ്ലാദേശി ഇമിഗ്രന്റ് ആണ് എന്നുള്ള ഒരു പ്രിസംഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ ആസാമിൽ ബംഗാളിൽ നിന്ന് കുടിയേറിപ്പോയ ആളുകളുണ്ട്, ബംഗാളി ഹിന്ദുസ് ഉണ്ട്, ബംഗാളി മുസ്ലിംസ് ഉണ്ട്. അങ്ങനെ പിന്നെ ആസാമിലെ അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇവർ തമ്മിലുള്ള പണ്ട് മുതലേ ഒരു സംഘർഷം നിലനിൽക്കുന്ന വർഷങ്ങളായിട്ടുള്ള ഒരു സ്ഥലമാണ് ആസാം. അപ്പോൾ ഈ നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി വെച്ചിട്ടാണ്. നിങ്ങൾ ഏത് ഭാഷ സംസാരിക്കുന്നു, ഏത് മതമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ നിങ്ങളൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലെ ഒരു വ്യക്തിയാണ്, നിങ്ങൾ അവിടുത്തെ ഭാഷ സംസാരിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സിറ്റിസൺ അല്ല എന്നുള്ള രീതിയിലേക്ക് ഒരു ഡൗട്ട് വരികയാണ്. നിങ്ങൾ ഡൗട്ട്ഫുൾ സിറ്റിസണായി മാറിക്കഴിഞ്ഞു. അതിന്റെ പേരിൽ പിന്നെ നിങ്ങൾ പറയുന്ന പോലെ രേഖകൾ കാണിക്കുക. ഇപ്പോൾ ഈ രേഖകളുടെ പേരത്ത് ഒരു ഉദ്യോഗസ്ഥനാണല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ക്ലർക്കൽ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നിങ്ങൾ സിറ്റിസൺ അല്ല എന്ന് വരികയാണ്. അപ്പോൾ ഭാവിയിൽ നാളെ ഇവിടെ വരികയാണ്, നിങ്ങൾ ഇവിടെ ഹിന്ദുക്കളല്ലാത്തവരൊന്നും ഇവിടെ ഇന്ത്യൻ സിറ്റിസൺസ് അല്ല, നിങ്ങൾ മുസ്ലിംസ് ഇന്ത്യൻ സിറ്റിസൺ അല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഇന്ത്യൻ സിറ്റിസൺ അല്ല, അല്ലെങ്കിൽ പോട്ടെ BJPക്ക് വോട്ട് ചെയ്യാത്തവർ സിറ്റിസൺസ് അല്ല എന്നുള്ള രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ വേണമെങ്കിൽ വരാം. പക്ഷേ അങ്ങനെ ഒരു കാര്യം കൂടി നമ്മളിതിനോട് കൂട്ടിച്ചേർക്കേണ്ടത് കൊണ്ട്, ഇപ്പോൾ അസാമിലെ NRC കഴിഞ്ഞപ്പോൾ ഉള്ള അനുഭവം നമുക്കറിയാം. പലപ്പോഴും ഇവിടെ ഭൂരിപക്ഷ കമ്മ്യൂണിറ്റികളിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഇത് ഞങ്ങളെ ഒന്നും ബാധിക്കാൻ പോകുന്ന പ്രശ്നമല്ല, ഇത് മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്, അതുകൊണ്ട് നമ്മളൊക്കെ സേഫാണ് എന്നൊരു ധാരണയുണ്ട്. പക്ഷേ NRCയിൽ ആസാമിൽ അവസാനം പുറത്താക്കപ്പെട്ട മനുഷ്യരിൽ നല്ലൊരു ശതമാനവും ഭൂരിപക്ഷ മതത്തിൽപ്പെട്ട ആളുകളായിരുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. കാര്യം അതെ, അതുകൊണ്ടാണ് അവിടെ NRC അവിടെ അക്സെപ്റ്റ് ചെയ്യാത്തത്. കാരണം അവിടെ ഫൈനൽ NRC പബ്ലിഷ് ചെയ്ത് വന്നപ്പോൾ അതിൽ ബംഗാളി ഹിന്ദുക്കളും അതിൽ ഉൾപ്പെട്ട് വന്നിരുന്നു. അതൊരു നല്ല ശതമാനം ബംഗാളി ഹിന്ദുക്കളുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ടാർഗറ്റഡ് അല്ലാതെ ഇരുന്നിട്ടും അവർ ഉൾപ്പെടാനുള്ള കാരണം എന്തായിരിക്കും? അതെ, കാരണം നിങ്ങൾ വേറൊരു ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ നിങ്ങളല്ല എന്നുള്ള രീതിയിലേക്ക് ഡൗട്ട് വരികയാണ്. പിന്നെ നമ്മുടെ മേത്താണ് നമ്മളുടെ ബാധ്യതയാണ് അത് തെളിയിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ പൂർവികരുടെ രേഖകളെല്ലാം തേടിയെടുത്തുകൊണ്ട് വരണം. രേഖകൾ തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ രേഖകളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പെശകുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പൗരനല്ല എന്നുള്ള രീതിയിലാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ ആസാമിലെ വളരെ ഐറോണിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അവിടെ ആസാമിൽ NRC ലിസ്റ്റ് വന്നു, പക്ഷേ അതാരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ആസാമിൽ NRCക്ക് വേണ്ടി വാദിച്ച പാർട്ടികൾ പോലും, BJP പോലും ഇപ്പോൾ അതിനെ തള്ളി പറയുകയാണ്. കാരണം അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട നല്ലൊരു ശതമാനവും ഭൂരിപക്ഷ സമുദായത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അത് കാരണം
BJP പോലും ഇപ്പോൾ അതിനെ അംഗീകരിക്കുന്നില്ല. വീണ്ടും ഒരു പുതിയ NRC വേണം, ഈ ചെയ്തത് ശരിയായില്ല, ഇതിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് കാരണമാണ് ഇങ്ങനെ വന്നത്, പുതിയൊരു NRC വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ ആവശ്യം. ആസാമിൽ NRC നടപ്പിലാക്കിയപ്പോൾ അതിന് പറഞ്ഞിരുന്ന ഒരു കാരണം ആദ്യകാലത്ത് എത്രയോ 1,40 ലക്ഷത്തോളം ആളുകൾ വൈദേശികരാണ് ആസാമിൽ താമസിക്കുന്നത് എന്നൊക്കെയാണ്. പക്ഷേ NRC നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ ലിസ്റ്റിൽ പെടാതെ പോയത് 19 ലക്ഷം ആളുകൾ മാത്രമാണ്. ഇവർ ഈ പറയുന്ന അത്ര വിഷയം, അത്ര പ്രശ്നം നമ്മുടെ ലിസ്റ്റിലുണ്ട് എന്ന് പറയുന്നത് സത്യമല്ല എന്നൊരു പ്രശ്നമില്ലേ? ഇപ്പോൾ SIR നടപ്പിലാക്കുമ്പോൾ ആണെങ്കിൽ പോലും ഈ ഇലക്ഷൻ കമ്മീഷൻ അവകാശപ്പെടുന്ന അത്ര പ്രശ്നം നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നോ? ഇവർ പറഞ്ഞു ഈ അനധികൃത കുടിയേറ്റക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, അവരെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ട്, ബംഗ്ലാദേശികൾ കടന്നുകൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് SIR കൊണ്ടുവരുന്നത്. ഇപ്പോൾ ബീഹാറിലെ ഇലക്ഷൻ കഴിഞ്ഞു, ബീഹാറിലെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് കൃത്യം 1 വർഷമായി ഇപ്പോൾ ജൂൺ കഴിഞ്ഞപ്പോൾ. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു രേഖയില്ല. എത്ര പേര് നീക്കം ചെയ്തതിൽ ഈ പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ടായിരുന്നു, ഫോറിനേഴ്സ് എത്ര പേരുണ്ടായിരുന്നു, അതിനെപ്പറ്റി ഒരു ഡാറ്റ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ തന്നിട്ടില്ല. നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ അങ്ങനെ ഒരു ഡാറ്റ വെച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു വളരെ അപ്പോൾ അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വോട്ടർ പട്ടികയുടെയൊക്കെ പുതുക്കലിൻ്റെയൊക്കെ പേരിൽ സംഭവിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ പൗരനെ വിശ്വാസത്തിലെടുക്കാത്ത ഒരു രീതിയിലേക്കും അവനെ നിരന്തരമായ ഒരു സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുന്ന തരത്തിലേക്കുമുള്ള ഒരു മാറ്റത്തിലേക്ക് നമ്മുടെ ഭരണ സംവിധാനവും നമ്മുടെ ഇലക്ട്രൽ സംവിധാനവും മാറുകയും ജനാധിപത്യത്തിൻ്റെ അന്തസത്ത, നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെച്ച സാർവത്രിക വോട്ടവകാശം എന്ന ഒരു സങ്കല്പത്തിലൂടെ ഏറ്റവും പരമാവധി മനുഷ്യരെ ഈ ജനാധിപത്യം എന്ന ഉത്സവത്തിൻ്റെ ഭാഗമാക്കണം എന്ന ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇതിനെ മാറ്റുകയാണ് എന്നാണ് താങ്കളുടെ സംസാരത്തിൽ നിന്ന്, ഇത്രയും നേരത്തെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ നിലയിൽ രാജ്യം മുന്നോട്ട് പോകാതിരിക്കാനായിട്ട് എന്ത് തരത്തിലുള്ള ജാഗ്രതയാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക, ഇനി എന്താണ് നമുക്ക് മുന്നിലുള്ള വഴി എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജാഗ്രതയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു വളരെ നിരാശാജനകമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ. അങ്ങനെ ഒരു വലിയ ഒപ്റ്റിമിസം തോന്നാത്തൊരവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഞാൻ. കാരണം നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങളെല്ലാം തന്നെ അതിന്റെ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അടിമകളെ പോലെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനും ജുഡീഷ്യറിയും അതുപോലെ മാധ്യമങ്ങൾ, നമ്മുടെ മുൻനിര മാധ്യമങ്ങളെല്ലാം തന്നെ ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പൗരന്, ഒരു സാധാരണ പൗരന് അയാളുടെ ആശങ്കകളും അല്ലെങ്കിൽ അയാളുടെ പ്രശ്നങ്ങളും ഉന്നയിക്കാൻ ഒരു വേദി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടതികളിൽ നിന്നും ഭരണഘടന സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കങ്ങളല്ല പലപ്പോഴും കോടതികളിൽ നിന്നുണ്ടാകുന്നത്. ഇലക്ഷൻ കമ്മീഷൻ, നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത ഒരിക്കലും അങ്ങനെ ആളുകൾ അത്രയും ചോദ്യം ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ഇലക്ഷൻ പ്രോസസ്സ് തന്നെ അതിനകത്തൊരു മാനിപ്പുലേഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ആളുകൾക്ക് സംശയങ്ങൾ തോന്നി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ ഒരു നിരാശാജനകമായിട്ടുള്ള അത്ര നല്ലൊരു ഭാവിയല്ല നമ്മുടെ രാജ്യത്തെ കാത്തിരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ വളരെ ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ളൊരു ആശയമാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ എനിക്കുള്ളത്. ദൗർഭാഗ്യകരമായ ഒരു കൺക്ലൂഷനിലാണ് ഇത് അവസാനിക്കുന്നത്. നമ്മുടെയൊക്കെ വിചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് രാജ്യം മുന്നോട്ട് വരട്ടെ, നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ, ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ചുമതല നിർവഹിക്കട്ടെ, ഭരണഘടനാ ധാർമ്മികത ഇനിയും പുലരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. വളരെ നന്ദി ശ്രീ മനോജ്. ഓക്കെ, താങ്ക് യു.